ശാലുവിനൊരു മൂക്കുത്തി കുത്തണം. ഏത് ജ്വല്ലറി പോകും, എങ്ങനെ പോകും, ഏത് റൂട്ട് പോകും, അതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ വരച്ചുള്ള പ്ലാനിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ക്ഷേത്രമായ വെള്ളാപ്പാട്ടുകാവിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചത്തെയും പോലെ ഈ ആദ്യ വെള്ളിയാഴ്ച നാരങ്ങാവിളക്ക് ഉണ്ടായിരുന്നു. നാരങ്ങാവിളക്ക് കഴിഞ്ഞിട്ടാണ് ഈ പ്ലാനിംഗ് എല്ലാം നടക്കുന്നത്. ഓട്ടോ പിടിച്ച് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഓട്ടോക്കാരന് ഗൂഗിൾ പേ ഇല്ലെങ്കിലോ എന്നോർത്ത് ചേഞ്ച് വേണം. ഓട്ടോക്കാർക്ക് ഗൂഗിൾ പേ കാണുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവരുടെ ഒരു ദീർഘവീക്ഷണം, ഇനി എങ്ങാനും ഇല്ലെങ്കിലും അത്ര ടൈം ലേറ്റ് ആവില്ലേ, അതുകൊണ്ട് തന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ കയറി ചേഞ്ച് മേടിച്ചു. ഓട്ടോയും പിടിച്ച് നേരെ പാലായിലുള്ള മൂടയിൽ ജ്വല്ലറിയിലേക്ക്. ഞാൻ ഓട്ടോയുടെ പിന്നാലെ നമ്മുടെ സ്കൂട്ടറിന് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് മൂക്കുത്തി സെലക്ട് ചെയ്യാന്നുള്ള ആ വലിയൊരു ടാസ്ക് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഒരു എക്സിക്യൂട്ടീവ് ആണ് വ്യത്യസ്ത ഡിസൈനിലുള്ള മൂക്കുത്തി കാണിക്കുന്നതും അതിനെപ്പറ്റി വിവരിച്ചു തരുന്നതും. റിംഗ് ഷേപ്പിലുള്ള മൂക്കുത്തി എടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. റിംഗിന്റെ പലതരത്തിലുള്ള മൂക്കുത്തികൾ എടുത്തു വെച്ചിട്ട് കണ്ണാടിയിൽ നോക്കി ചേരുന്നുണ്ടെന്ന് പരസ്പരമുള്ള ഡിസ്കഷനിലാണ് എല്ലാവരും. സ്ത്രീകൾക്ക് പൊതുവെ ആഭരണങ്ങളും വസ്ത്രങ്ങളും സെലക്ട് ചെയ്യുന്നതിന് ഒരുപാട് ഡിസ്കഷൻസും കൂടിയാലോചനകളും വേണമല്ലോ. അമ്മുവിന്റെ മടിയിലിരുന്ന് യായു ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ബെൽറ്റ് ജോയിൻ ചെയ്യാനുള്ള ഒരാളാണല്ലോ പുള്ളി. നിരവധി റിംഗ് ടൈപ്പിലുള്ള മൂക്കുത്തികൾ നോക്കിയെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പൊടുന്നനെ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഈ തരത്തിലുള്ള മൂക്കുത്തികളിലേക്കായി പിന്നീട് കണ്ണ്. അത്ഭുതമെന്ന് പറയട്ടെ, പൊതുവെ സ്ത്രീകളുടെ കൂടെ ഇത്തരത്തിലുള്ള ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ നിന്ന് വേര് പിടിക്കേണ്ടതാണ്. പക്ഷെ ഒരുപാട് ലാഗൊന്നും അടിച്ചില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമായി. ഒരു മൂക്കുത്തി സെലക്ട് ചെയ്തു. ഇത് എന്റെ സുഹൃത്തിന്റെ അച്ഛനും അമ്മയും പെങ്ങളുമാണ്. ഇവരോട് അല്പനേരം കുശലവും പറഞ്ഞ് നേരെ ചെന്നപ്പോഴത്തേക്കിനും മൂക്കുത്തി കുത്താനുള്ള ആള് വന്നിട്ടുണ്ട്. ആള് വന്ന് മൂക്കുത്തി എവിടെ കുത്തണം എന്നുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കലാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞ പോയിന്റിൽ ചേട്ടൻ മാർക്ക് ചെയ്തു. ഇനി മൂക്കുത്തി കുത്തലാണ് ചടങ്ങ്. പരമ്പരാഗത രീതി മൂക്കുത്തി കുത്തിയാൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുവന്നതാണ് പാവത്തിനെ. പാവം ശരിക്ക് വേദന അനുഭവിച്ചു. കണ്ണിൽ കൂടെ വെള്ളമൊക്കെ ഒന്ന് കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ നിൽക്കുമല്ലേ, കരഞ്ഞാൽ നാണക്കേടാവുന്നതുകൊണ്ടായിരിക്കണം. അങ്ങനെ പരമ്പരാഗതമായ ശൈലിയിൽ തന്നെ മൂക്കുത്തി കുത്തുന്ന ആ ചടങ്ങ് അവസാനിപ്പിച്ചു. ഇനി അടുത്ത ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൂക്കുത്തി ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വിശ്വാസം അതല്ലേ എല്ലാം. ശാലു ഞങ്ങളോട് എല്ലാവരോടും മാറി മാറി ഇത് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. ശരിക്കും ചേരുന്നുണ്ട്. എത്ര പറഞ്ഞാലും പുള്ളിക്ക് അങ്ങോട്ടൊരു 100% വിശ്വാസം വരുന്നില്ല. ശേഷം ബില്ല് ചെയ്യാനായി താഴേക്ക് ഒക്കത്തിരുന്ന് കയറി വന്ന യായുവിന് തിരിച്ച് സ്റ്റെപ്പ് ഒറ്റയ്ക്ക് ഇറങ്ങണം. ശാലുവും ശ്രീകുവും ബില്ല് ചെയ്യാനായി പോയി. അമ്മുവും യായുവും ഞാനും വെയിറ്റിംഗിലായി. മൈമുനാന്റിയും ഉണ്ട് അവരുടെ കൂടെ. പുറത്തിറങ്ങി ഒരു സെൽഫിയും എടുത്ത് ശാലു മൂക്കുത്തി കുത്തിയതിന്റെ ചെലവാന്ന് പറഞ്ഞപ്പോൾ ശാലു പറഞ്ഞു വൈകുന്നേരം ചെലവ് ചെയ്യാന്ന്. എങ്കിൽ പിന്നെ വൈകുന്നേരം ആകട്ടെന്ന് ഓർത്ത് നേരെ വീട്ടിലേക്ക്.